ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും നല്ലൊരു സുദിനം നേരുകയാണ്. അമല ഷാജി അമല ഷാജി അറിയാത്ത സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആരും തന്നെ കാണില്ല. ഒരു വട്ടമെങ്കിലും അമല ഷാജി എന്നുള്ള ആ പേര് കേൾക്കുകയാണ്. നമുക്കറിയാം, അമല ഷാജി KGF സ്പൂഫ് ചെയ്തു, വെനസ്ഡേ സ്പൂഫ് ചെയ്തു. ഇത് രണ്ടുമാണ് വലിയ തരത്തിൽ ഹിറ്റായത്. അല്ലാതെ ഒരുപാട് റീൽസ് ഒരു ദിവസം തന്നെ 2-3 റീൽസൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ് അമല ഷാജി. മലയാളിയാണ്, തിരുവനന്തപുരത്താണ് ജനിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ കൂടുതൽ പ്രചരണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴിലാണ് കൂടുതലായിട്ട് പ്രസിദ്ധയായത്. തമിഴ്നാട്, കേരള, ആന്ധ്ര, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അമല ഷാജിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഏതാണ്ട് വാട്സപ്പിൻ്റെ പുതിയ ചാനൽ സംവിധാനത്തിൽ തന്നെ മില്യൺസ് ഫോളോവേഴ്സ്, യൂട്യൂബിൽ മില്യൺ ഫോളോവേഴ്സ്, ഇൻസ്റ്റയിൽ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് ആരാധകരുള്ള ഒരു കുട്ടി ഇൻഫ്ലുവൻസറാണ് അമല ഷാജി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കൗമാര പ്രായത്തിൽ നിൽക്കുന്നൊരു കുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു കൗമാരക്കാരിയാണ് അമല ഷാജി. അമല ഷാജിയെ മലയാളം ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ തവണ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവരുടെ പേയ്മെന്റ് ഇഷ്യൂ ആണെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. പേയ്മെന്റ് ഇഷ്യൂ കാരണം അമല ഷാജി പങ്കെടുത്തില്ല. അത് ഏഷ്യാനെറ്റിന്റെ പ്രചരണത്തിൽ അമല ഷാജി ഉണ്ടെന്നുള്ള ക്ലൂ ഉൾപ്പെടെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കിയതുമാണ്, കണ്ടെത്തിയതുമാണ്. കാരണം അമല ഷാജിയുടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര മില്യൺ ഫോളോവേഴ്സ്, ഇത്ര പോസ്റ്റ്, ഇത്ര ഫോളോയിങ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കണക്ക് വെച്ച് കറക്റ്റ് അമല ഷാജിയുടെ കണക്ക് ഇത് കറക്റ്റായിരുന്നു. നമുക്കത് മനസ്സിലാക്കിയതാണ്. പക്ഷെ അമല ഷാജി വന്നില്ല. ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് അമല ഷാജി ഉണ്ട്, അമല ഷാജി വന്നിരുന്നു, അമല ഷാജി ഓഡീഷന് പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളും അപ്ഡേഷൻസും ഒക്കെ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമല ഷാജിയുടെ ഇൻസ്റ്റയിൽ പങ്കുവെച്ച ഒരു റീല്. എന്തോ എക്സ് അനന്യ എന്നങ്ങാണ്ട് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിന് വേണ്ടി ചെയ്തൊരു പരസ്യം. അമല ഷാജി ഏതാണ്ട് 3 മിനിറ്റ് പരസ്യത്തിന് 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ആളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രേഡിംഗ് സൈറ്റിൻ്റെ അതിനു വേണ്ടി ഒരു വീഡിയോ അമല ഷാജി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അമല ഷാജിയുടെ ഇത് വാക്കു വിശ്വസിച്ച് ഇത്രയും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളെന്ന നിലയിൽ അവർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം എന്ന ധാരണയിൽ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യം ഒരാളുടെ വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ ആദ്യം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ 1000 രൂപ ട്രേഡിങ്ങിലൂടെ അദ്ദേഹത്തിന് 12,000 13,000 രൂപ ലഭ്യമായെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു. ആ പൈസ പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 6,000 തരണമെന്ന് പറയുന്നു. ഈ 6,000 ബാക്കി 13,000 ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് തിരിച്ചു തരണമെന്ന് ഇയാൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ട്രേഡിങ്ങിലൂടെ മാർക്കറ്റിൽ വമ്പൻ മൂവ് ഉണ്ടായി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ആയിരിക്കുന്നു. ഈ 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 30,000 രൂപ നിങ്ങൾ GST അടയ്ക്കണം. അത് 30% GST അടയ്ക്കണം. അത് ഏതാണ്ട് ഒരു 30,000 രൂപയോളം വരുന്ന ഒരു എമൗണ്ടാണ്. അത് GST ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ്റെ റൂളാണ് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ ഒക്കെ, കേന്ദ്രമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കാണിക്കുന്നു. അദ്ദേഹം അതും വിശ്വസിക്കുന്നു. അദ്ദേഹം ആ പൈസ ഇടുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 30,000-40,000 രൂപയോളം ഒരു പോക്ക് അങ്ങ് പോകുന്നു. ഇങ്ങനെ പല ആളുകളിൽ നിന്നും ഈ ഒരു സ്കാം വഴി ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. ഇവരെല്ലാം അമല ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ച് അമല ഷാജിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവരെല്ലാം ഇട്ടത്. നമുക്കൊരു നിയമമുണ്ട്. നമ്മളിപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത്തരം പരസ്യത്തിൽ അഭിനയിച്ചത് സൗന്ദര്യം എന്നെ തേടി വരും എന്നൊക്കെ പറഞ്ഞൊരു സോപ്പിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ വരെ കേസ് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അത് കോടതിയിൽ പരാതി വന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആളുകൾ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്പനിയുടെ വിശ്വാസ്യത പരിശോധിച്ചിട്ട് വേണം അഭിനയിക്കുക. അല്ലാതെ ചുമ്മാ ആരും പൈസ തന്നാൽ കയറി ഏക്കരുത്. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ആ കമ്പനിക്കെതിരെ ഏതാണ്ട് 50,000 കൂടുതൽ സ്കാം നടന്നാൽ മാത്രമേ അവർക്ക് പരാതി എടുക്കാൻ നിയമമുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പരാതി കൊടുക്കുന്നു. പൊതു താല്പര്യ ഹർജിയായിട്ട് മദ്രാസ് ഹൈക്കോടതി, അതായത് ചെന്നൈ ഹൈക്കോടതിയിൽ എത്തിയതായിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് പരാതി വരുന്നതുകൊണ്ട് തന്നെ അമല ഷാജിക്കെതിരെയും കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം അമല ഷാജിയുടെ പരസ്യം കണ്ടിട്ടാണ് ഇവർ വഞ്ചിതരായിരിക്കുന്നത്. കമ്പനിക്കെതിരെ, കമ്പനി മിക്കവാറും ഇന്ത്യയിലൊന്നും ഉണ്ടാകുന്ന കമ്പനി ആയിരിക്കത്തില്ല, ഇതെല്ലാം തട്ടിപ്പ് കമ്പനികളായിരിക്കും. കൂടുതലും
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, വേറെ ആർക്കും സാധ്യത ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവരെ കണ്ടെത്താൻ കുറച്ച് പാടാണ്, ചിലപ്പോൾ സമയം എടുത്ത് കണ്ടെത്തുമായിരിക്കും. പക്ഷെ അതുവരെ ഈ ഒരു കേസിൽ പ്രതിയായിട്ട് നിൽക്കാൻ പോകുന്നത് അമല ഷാജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അമല ഷാജിയുടെ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്നുള്ള കാര്യം സംശയത്തിലാണ് പലരും. അമല ഷാജിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഫ്ലുവൻസറാണ്, അവർ ഇങ്ങനെ വരുമാനം സോഷ്യൽ മീഡിയ വഴി വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്കൊന്നേ നഷ്ടപരിഹാരം കൊടുത്ത് ഈ കേസിൽ നിന്ന് ഊരേണ്ടി വരും. അത് കോടികളായിരിക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ട, ഒന്ന് കോടതി വിധിച്ചാൽ അത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് പരമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അമല ഷാജി. അപ്പോൾ ഈ മലയാളം ബിഗ് ബോസ് ലീവായിട്ട് അമല ഷാജിയുടെ പേര് കേൾക്കണം. ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകളെ സാധാരണ ചാനലുകാർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമല ഷാജിക്കെതിരെ വൻ രീതിയിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനൊക്കെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നു. കേരളത്തിൽ ഇത് ചർച്ചയായതാണ്, കഴിഞ്ഞ ആഴ്ച മുമ്പൊക്കെ ചർച്ചയായതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ രൂക്ഷമായി വന്നിരിക്കുകയാണ് അമല ഷാജി. അതുകൊണ്ട് തന്നെ മലയാളം ബിഗ് ബോസിൽ വരുമെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം ഇത്തരം ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ നിന്ന് ചാനലിൻ്റെ തന്നെ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ആ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ മാറ്റി നിർത്താനാണ് സാധ്യത. കാരണം ഇതൊരു മുമ്പ് പുറത്ത് നടന്നൊരു സംഭവം ഒരാൾ ഒന്ന് പറയുകയും അതിൻ്റെ പുറത്ത് വൻ വിഷയം ഉണ്ടാവുകയും അദ്ദേഹത്തെ പുറത്താക്കിയ സംഭവമൊക്കെ തമിഴ് ബിഗ് ബോസിൽ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും മലയാളത്തിലും അമല ഷാജി കാണാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ കാര്യം അത് നിയമത്തിൻ്റെ വഴിക്ക് നടപ്പുണ്ട്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളായിട്ട് എന്ന് കാല് വെച്ച് കൊടുക്കരുത്. പരസ്യങ്ങൾ പല വിധത്തിലുണ്ടാവും, നമ്മളെ പല വിധത്തിൽ സ്വാധീനിക്കും. നമ്മളായിട്ട് കാല് വെച്ചാൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ വല്ലവരും കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണാം. ദിസ് ഇസ് ജിന്ദ സൈനിങ് ഓഫ്.